ക്രിസ്മസ് പുതുവത്സര വിരുന്നിന് മുഖ്യമന്ത്രി തന്നെ ക്ഷണിച്ചു. ക്ഷണക്കത്ത് രാജ്ഭവനിലുണ്ട്. പക്ഷേ താൻ പോകാത്തത് എന്തുകൊണ്ടാണെന്ന് മാധ്യമപ്രവർത്തകർ അന്വേഷിക്കണം. പിണറായി സർക്കാരിനെതിരെയും CPM പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ടിന്റെ വെല്ലുവിളിക്കെതിരെയും ആഞ്ഞടിക്കുകയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ക്രിസ്മസ് പുതുവത്സര വിരുന്നിലേക്ക് തന്നെ ക്ഷണിച്ചിരുന്നുവെന്നാണ് ഗവർണർ പറയുന്നത്. ക്ഷണക്കത്ത് തന്റെ രാജ്ഭവനിലുണ്ട്. എന്നാൽ പോകാത്തത് എന്തെന്ന് മാധ്യമപ്രവർത്തകരാണ് അന്വേഷിക്കേണ്ടത്. ഇത്തരം കാര്യങ്ങളിൽ മറുപടി പറയാൻ തനിക്ക് താൽപര്യമില്ലെന്നും തന്നോട് ചോദിക്കുന്നത് പോലെ മുഖ്യമന്ത്രിയോടും കാര്യങ്ങൾ ചോദിക്കണമെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. അതേസമയം BJP ടിക്കറ്റിൽ കേരളത്തിൽ നിന്ന് മത്സരിക്കണമെന്ന് ബൃന്ദ കാരാട്ടിന്റെ വെല്ലുവിളിയുണ്ടായിരുന്നു. എന്നാൽ ഈ വെല്ലുവിളിക്കും അദ്ദേഹം ചുട്ട മറുപടി നൽകിയാണ്. എപ്പോഴെങ്കിലും ബൃന്ദ കാരാട്ട് അവർ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ടോ എന്നതാണ് ഗവർണർ തിരിച്ചു ചോദിക്കുന്നതും. അതേസമയം മുഖ്യമന്ത്രിയുടെ വിരുന്നിലേക്ക് ഗവർണറെ ക്ഷണിച്ചിരുന്നില്ലെന്നാണ് നേരത്തെ റിപ്പോർട്ടുകളൊക്കെ പുറത്തുവന്നത്. ഗവർണർ എത്തുമ്പോൾ സുരക്ഷാ മുന്നൊരുക്കങ്ങളും പ്രോട്ടോകോൾ പ്രകാരമുള്ള നടപടികളും കാരണം മറ്റ് അതിഥികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാനായി ഗവർണറെ ഒഴിവാക്കിയെന്നുള്ളതായിരുന്നു ഇതിനു മുമ്പ് നമ്മൾ കേട്ടിരുന്ന വിശദീകരണം. നേരത്തെ ഗവർണറുടെ വിരുന്നിലേക്ക് മുഖ്യമന്ത്രിയും മന്ത്രിമാരെയും ക്ഷണിച്ചിരുന്നെങ്കിലും അവരാരും തന്നെ പങ്കെടുത്തിരുന്നില്ല. സർക്കാരുമായി ഗവർണർ ശത്രുതാപരമായ സമീപനം സ്വീകരിക്കുന്ന സാഹചര്യത്തിൽ സഹകരിക്കേണ്ടതില്ല എന്ന തീരുമാനമൊക്കെയായിരുന്നു സർക്കാരിനുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ എന്തുകൊണ്ടാണ് ക്രിസ്മസ് പുതുവത്സര വിരുന്നിന് ഗവർണർ പങ്കെടുക്കാതിരുന്നത് എന്നൊരു ചോദ്യമാകുമ്പോൾ അത് മാധ്യമങ്ങൾ തന്നെ അത് അന്വേഷിക്കണമെന്നും ഇതേ ചോദ്യം പിണറായി സർക്കാരിനോടും ചോദിക്കണമെന്ന് തന്നെയാണ് ഗവർണർ പറയുന്നത്. കൃത്യമായി അദ്ദേഹം മറ്റ് മറുപടികളൊന്നും തന്നെ നൽകുന്നില്ല. ഒരുപക്ഷെ അദ്ദേഹം ഇത് വ്യക്തമാക്കാത്തതിന്റെ കാരണം നമുക്ക് തന്നെ അറിയാം. ഗവർണർ സർക്കാർ പോരെന്ന് പറയുന്നത് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പലതരത്തിൽ കരിങ്കൊടി കാണിച്ചുള്ള പ്രതിഷേധങ്ങൾ ഗവർണർക്കെതിരെയും അതുപോലെ പിണറായി സർക്കാരിനെതിരെയും വന്നിരുന്നു. അത്തരത്തിൽ നിലവിലുള്ള ഇടത് സർക്കാരിന്റെ തന്നെ ചില കുട്ടി സഖാക്കളായിരുന്നു ഗവർണർക്കെതിരെ കരിങ്കൊടി പ്രതിഷേധങ്ങളുമായിട്ടൊക്കെ തന്നെ രംഗത്തെത്തിയത്. അതുകൊണ്ട് തന്നെ നിലവിൽ സർക്കാരും ഗവർണറും തമ്മിലുള്ള വിഷയങ്ങളൊക്കെ രൂക്ഷമായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനൊരു ക്രിസ്മസ് വിരുന്നിന് ക്ഷണിച്ചിട്ടും ഗവർണർ പോകാതിരുന്നു എന്നതിനുള്ളത് എല്ലാം തന്നെ നിലവിൽ പരമമായ, അതായത് രഹസ്യമായ പരസ്യം പോലെ തന്നെയാണ് എല്ലാവർക്കും വ്യക്തമാകുന്നത്. അതേസമയം ഇക്കഴിഞ്ഞ ദിവസം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ BJP സ്ഥാനാർത്ഥിയെ കേരളത്തിൽ നിന്നും തിരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കണമെന്ന് വെല്ലുവിളിച്ചുകൊണ്ട് CPM പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് എത്തിയിരുന്നു. ബില്ലുകൾ ഒപ്പിടാതെ സംസ്ഥാന സർക്കാരുമായി ഗവർണർ കൊമ്പ് കോർക്കുന്നതിനിടെയാണ് CPM നേതാവിന്റെ ഈ വെല്ലുവിളി. BJPയുടെ അജണ്ട നടപ്പാക്കുന്ന ഗവർണർ നേരിട്ട് രാഷ്ട്രീയത്തിലിറങ്ങി BJP സ്ഥാനാർത്ഥിയായി തന്നെ വരുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കട്ടെ എന്നായിരുന്നു ബൃന്ദ കാരാട്ട് പറഞ്ഞത്. രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ ബഹുമാനപ്പെട്ട ഗവർണർക്ക് താല്പര്യമുണ്ടെങ്കിൽ അദ്ദേഹം അത് ചെയ്യണം. കാരണം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആസന്നമായിരിക്കുകയാണ്. ഗവർണർക്ക് തന്റെ രാഷ്ട്രീയ ശക്തി തിരിച്ചറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം. അദ്ദേഹം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് നേരിട്ട് ഇറങ്ങുന്നതായിരിക്കും ഉചിതം. BJP ടിക്കറ്റിൽ കേരളത്തിൽ ഏതെങ്കിലും സീറ്റിൽ നിന്ന് മത്സരിക്കുമെന്നായിരുന്നു ബൃന്ദ കാരാട്ട് വെല്ലുവിളിച്ചത്. തുടർന്നാണ് ബൃന്ദ കാരാട്ടിന് നല്ല ചുട്ട മറുപടിയുമായി തന്നെ ഗവർണർ എത്തിയത്. ഒരു തവണയെങ്കിലും ഇത്തരം തെരഞ്ഞെടുപ്പുകളിൽ ബൃന്ദ കാരാട്ട് മത്സരിച്ചിട്ടുണ്ടോ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം. അതേസമയം സർക്കാരിനെതിരെ ദിവസവും പ്രസ്താവനകൾ നടത്തി ഗവർണർ പദവിക്ക് അപമാനമുണ്ടാക്കാതെ പകരം മുഖ്യമന്ത്രിയുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഗവർണർ പരിഹരിക്കണമെന്നും ബൃന്ദ കാരാട്ട് ആവശ്യപ്പെട്ടിരുന്നു. ഇത്തരം സംഭവങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ നിലവിൽ വലിയ രീതിയിൽ വിമർശനമൊക്കെ ഉയർത്തുന്നത്. ഇതിനെതിരെയാണ് ഇപ്പോൾ പിണറായി സർക്കാരിനെതിരെയും ബൃന്ദ കാരാട്ടിനെതിരെയും ഗവർണർ ഇപ്പോൾ ആഞ്ഞടിച്ചുകൊണ്ട് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. നിലവിൽ തെരഞ്ഞെടുപ്പിൽ ഒരു തവണ പോലും മത്സരിക്കാത്ത ബൃന്ദ കാരാട്ടാണ് BJP സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് ഗവർണറോട് മത്സരിക്കാൻ പറയുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നതും. അതിനാൽ തന്നെ ഒരു തവണയെങ്കിലും മത്സരിച്ചിട്ട് മതി തന്നോട് ഇങ്ങനെ പറയുന്നത് എന്നാണ് അദ്ദേഹം നിലവിൽ ബൃന്ദ കാരാട്ടിന് നൽകുന്ന ചുട്ട മറുപടിയായി വരുന്നത്. അതുകൂടാതെ മാധ്യമപ്രവർത്തകർ ഇത്തരം ചോദ്യങ്ങളെല്ലാം തന്നെ തന്നോട് ചോദിച്ചതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയനോടും ചോദിക്കണമെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. നിലവിൽ ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹത്തിന് പറയാനുണ്ട്. പക്ഷേ അദ്ദേഹം അതെല്ലാം തന്നെ ഇപ്പോൾ പറയുന്നില്ല. പറയാതെ തന്നെ മാധ്യമങ്ങൾ ഇതൊക്കെ ചോദിച്ച് മനസ്സിലാക്കി എടുക്കട്ടെ എന്നാണ് അദ്ദേഹം നിലവിൽ നൽകുന്ന മറുപടിയും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.